യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ സന്ദേശം നമുക്ക് കേൾക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. വളരെ ലളിതമായിട്ട് ഞാൻ നിങ്ങളോട് സംസാരിച്ചു. നമ്മളെ ഓരോരുത്തരെയും ദൈവം ആക്കുന്നത് ദൈവത്തിന്റെ ആത്മീക ഭവനമായ ദൈവസഭയിലാണ്. ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളതും നമുക്ക് ഗ്രഹിപ്പാനിടയായി തീർന്നു. ദൈവം ഈ സഭയിൽ നിയോഗിച്ചിരിക്കുന്ന ഫോർഫോൾഡ് മിനിസ്ട്രി അഥവാ 4 വിധമായി ശുശ്രൂഷകൾ ചെയ്യുന്ന ആത്മീയ നേതൃത്വം ദൈവസഭയിലുണ്ട്. അവരുടെ ശുശ്രൂഷകളുടെ ഉദ്ദേശം എന്താണെന്നും നമുക്ക് കാണുവാൻ ഇടയായി തീർന്നു. നമ്മൾ എല്ലാവരും അത് ചിന്തിച്ചല്ലോ. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർധനയ്ക്കും ആകുന്നു. അപ്പോൾ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് നമുക്ക് ഗ്രഹിപ്പാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചു. ഒരിക്കലും നമ്മൾ അന്ധരായി ജീവിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. കണ്ണു തുറന്ന് ദൈവം നമ്മെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് ജീവിച്ചെങ്കിൽ മാത്രമേ നമ്മളുടെ ക്രിസ്തീയ ജീവിതം കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുള്ളൂ. സാധാരണയായിട്ട് ഇങ്ങനെയുള്ള വേദവചന ഭാഗങ്ങൾ പലപ്പോഴും ആളുകൾ പഠിക്കാറില്ല, അല്ലെങ്കിൽ അവർ പഠിപ്പിക്കപ്പെടുന്നില്ല. കാരണം ഇങ്ങനെ നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോയാൽ ഇന്ന് പല പ്രസ്ഥാനങ്ങളും സഭ ഓർഗനൈസേഷനുകളും വെച്ചിരിക്കുന്നതായ പല കാര്യങ്ങളും മുടങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ആത്മീയമായ വെളിപ്പാടിലേക്ക് ജനം കടന്നു പോകുവാൻ പലരും ആഗ്രഹിക്കുന്നില്ല. നമുക്കെല്ലാവർക്കും അറിവുള്ള കാര്യമായിരുന്നല്ലോ, ഒരിക്കൽ ക്രിസ്ത്യാനികളായ ആളുകൾക്ക് സഭയുടെ ആത്മീയ നേതൃത്വം ബൈബിൾ വായിക്കുന്നതിന് വിലക്ക് കൊടുത്തതായ ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ മറ്റുള്ളവരെ പോലുള്ള മത നവീകരണ പ്രവർത്തകർ, ക്രൈസ്തവ നവീകരണത്തിന് വേണ്ടി മുന്നിട്ട് നിന്ന ആളുകൾ നവോത്ഥാന കാലത്തും മറ്റും കടന്നു വന്നപ്പോൾ ഈ ഒരു കാര്യത്തിന് മാറ്റം സംഭവിച്ചു. ആളുകൾ വചനം വായിക്കാൻ തുടങ്ങി. വലിയ വെളിച്ചം, ആത്മീക വെളിച്ചം, വചനത്തിന്റെ വെളിച്ചം ആളുകൾക്ക് ലഭിക്കാനിടയായി തീർന്നു. നമുക്ക് സങ്കീർത്തന പുസ്തകത്തിൽ വായിക്കാൻ കഴിയുന്ന പോലെ, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. വാസ്തവത്തിൽ ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കുന്നത് നമ്മുടെ പാതയ്ക്ക് ദീപമായി തീരുക. രാത്രിയിൽ നമ്മൾ ഇറങ്ങി നടക്കുമ്പോൾ ഒരു ലൈറ്റ് നമ്മൾ വളരെ യാന്ത്രികമായി എടുക്കുന്നു. കാരണം നമുക്ക് വെളിച്ചം ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ക്ഷുദ്രജീവികളുടെ കടിയിൽ നിന്നും അതേപോലെ വഴിയിലുള്ള തടസ്സങ്ങളിലും തട്ടി വീഴാതെ മുന്നോട്ട് പോകുവാൻ ആ വെളിച്ചം നമ്മെ സഹായിക്കുന്ന പോലെ ദൈവത്തിന്റെ ആ വചനത്തിന്റെ വെളിച്ചം ഈ ഭൂമിയിൽ സുഗമമായി ജീവിക്കുവാൻ നമ്മെ ഓരോരുത്തരെ സഹായിക്കും. പക്ഷേ വളരെയധികം നിരാശയുടെ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞത്. ഒരു കാലത്ത് ഈ വചനം വിശ്വാസികൾ അൽമായർ വായിക്കരുതെന്ന് നിഷ്കർഷിച്ചതായ ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നാം വചനം പഠിക്കണം, വചനം മനസ്സിലാക്കണം. ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയതിന്റെ ഉദ്ദേശം തന്നെ ആളുകൾ ദൈവവചനത്തിന്റെ പ്രകാശനത്തിൽ നടക്കണമെന്നുള്ളതാണ്. പ്രസംഗിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ബെരോവയിലെ ആളുകൾ വിലയിരുത്തിയതുപോലെ കേൾക്കുന്നവരായ ആളുകൾ, വചന പ്രസംഗം കേൾക്കുന്നവരായ ആളുകൾ വചനത്തിൽ അങ്ങനെ തന്നെയാണോ എഴുതിയിരിക്കുന്നതെന്ന് പരിശോധിച്ച് വിലയിരുത്തുവാനും വിവേചിക്കുവാനുമുള്ള ആ കഴിവ് പ്രാപിക്കണമെന്നാണ് ഞാനും വ്യക്തിപരമായി ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്രകാരമുള്ള വചനഭാഗങ്ങളൊക്കെ എടുത്ത് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നോക്കണേ, നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചതായ ആ വേദഭാഗത്തിൽ നമ്മൾ പ്രധാനമായി ചിന്തിച്ചത് വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർധനയ്ക്കും ആകുന്നു. എന്നിട്ട് 14 വാക്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. ഞാൻ ഈ വേദഭാഗം മുഴുവനായി സംസാരിപ്പാൻ ഇന്ന് ആഗ്രഹിക്കുന്നില്ല. ഈ വാക്യങ്ങളെ ഞാൻ രണ്ടായി തിരിച്ചു തന്നെ സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കൾ ആയിരിക്കാതെ. ശിശുക്കളായിരിക്കാതെ എന്ന് പറയുമ്പോൾ ആരാണ് ശിശുക്കൾ? നമുക്കറിയാം ശിശുക്കളുടെ ഒരു നേച്ചർ. ശിശുക്കളെ നമ്മൾ കാണുമ്പോൾ നമ്മൾ അവരോട് സഹതാപം കാണിക്കുകയും നമ്മൾ അവരോട് സ്നേഹം കാണിക്കുകയും നമ്മൾ അവരോട് വളരെ ഇന്നസെന്റായി ഇടപെടുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന കാരണം
അവർ ഇന്നസെന്റ് ആയതുകൊണ്ടാണ്. അവർ നിഷ്കളങ്കരാണ്. അവർക്ക് യാതൊന്നും അറിയില്ല. മറ്റുള്ളവർ ഡിക്റ്റേറ്റ് ചെയ്യുന്നത് മാത്രമേ അവർക്ക് അനുസരിക്കാൻ കഴിയത്തുള്ളൂ. അവരെ ഗൈഡ് ചെയ്യുന്ന ആളുകൾ പറയുന്നിടത്തേക്ക് മാത്രമേ അവർ പോകുകയുള്ളൂ. കൊല്ലുവാൻ കൊണ്ടുപോവുകയാണെന്ന് പോലും അവർക്കറിയില്ല. നശിപ്പിക്കാൻ കൊണ്ടുപോവുകയാണെന്ന് പോലും അവർക്കറിയില്ല. അതാണ് ശിശുക്കൾ എന്ന് പറയുന്നത്. ആത്മീയ കാര്യത്തിലും ഇതുപോലെ ശിശുക്കളുണ്ട്. ദൈവവചനം അറിയാത്തതായ ആളുകൾ ശിശുക്കളായ ആളുകളാണ്. അതേപോലെ ഉപദേശങ്ങൾ വേണ്ടവണ്ണം പഠിക്കാൻ കഴിയാത്ത ആളുകൾ ശിശുക്കളായ ആളുകളാണ്. അങ്ങനെ നോക്കുമ്പോൾ ക്രൈസ്തവ മേഖലയിൽ അല്ലെങ്കിൽ ക്രൈസ്തവരുടെ ഇടയിൽ ഏറ്റവും അധികം ശിശുക്കളാണ് ഉള്ളതെന്നുള്ള കാര്യം ഞാൻ വ്യക്തമായി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപക്ഷെ വർഷങ്ങളുടെ പാരമ്പര്യം ക്രൈസ്തവ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. അവരുടെ കുടുംബം 100 വർഷത്തിലേറെ ക്രിസ്ത്യാനികളായിരിക്കാം. അല്ല, ജനിച്ചപ്പോൾ മുതൽ തന്നെ ക്രൈസ്തവരായിരിക്കാം. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അനുഭവത്തിൽ ജീവിക്കുന്ന വ്യക്തിയായിരിക്കാം. പക്ഷേ ദൈവത്തിന്റെ വചനം അറിയാത്തോടത്തോളം കാലം, മനസ്സിലാക്കാൻ കഴിയാത്തോടത്തോളം കാലം ആ വ്യക്തി ഒരു ശിശുവാണ്. യേശു യഹൂദയിലെ ബേത്ലഹേമിൽ ജനിച്ചു എന്നുള്ള അറിവ് മാത്രമല്ല വേണ്ടത്. യേശു സുവിശേഷം പ്രസംഗിച്ചു എന്നുള്ള അറിവ് മാത്രമല്ല വേണ്ടത്. യേശുക്രിസ്തു നമ്മുടെ സ്ഥാനത്ത് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചുവെന്നും അടക്കപ്പെട്ടുവെന്നും 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റുവെന്നും വീണ്ടും കർത്താവ് യേശുക്രിസ്തു വരും എന്നുള്ള അറിവ് മാത്രമല്ല നമുക്ക് വേണ്ടത്. മറിച്ച് യേശു തന്നെയും തൻ്റെ അപ്പോസ്തലന്മാരിലൂടെയും മറ്റ് ദൈവദാസന്മാരിലൂടെയും പ്രവാചകന്മാരിലൂടെയും ദൈവം അറിയിച്ചതായ ദൈവിക മർമ്മങ്ങളെയും നമ്മൾ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് വളരുവാൻ കഴിയത്തുള്ളൂ. ശിശുക്കൾ വളരുന്ന എങ്ങനെയാണ്? അവർക്ക് ക്രമാനുഗതമായി ആഹാരം കൊടുക്കുക വഴി കുഞ്ഞുങ്ങൾ വളരുന്നു. അതുപോലെ തന്നെ ജീവിത സാഹചര്യങ്ങളിൽ പല ലെസൺസ് പഠിക്കുന്നതിലൂടെ അവർ മാനസികമായി വളരുന്നു. മാതാപിതാക്കളുടെ ഉപദേശങ്ങളിലും ഈ മക്കൾ വളരുന്നു. അതുപോലെ തങ്ങൾക്ക് ചുറ്റും നടക്കുന്നതായ കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്നും പാഠങ്ങൾ പഠിച്ച് അവർ വളരുന്നു. എന്നാൽ ഒരു ആത്മീകനായ വ്യക്തി അല്ലെങ്കിൽ കർത്താവ് യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവും ദൈവമായി സ്വീകരിച്ചതായ വ്യക്തി, അവന്റെ സ്റ്റേച്ചർ ഒരുപക്ഷെ വലുതായിരിക്കാം. അവന്റെ ശരീരം ഘടന വളരെ തികഞ്ഞ ഒരു പുരുഷന്റെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ഘടനയായിരിക്കാം. പക്ഷേ ആത്മീയമായി ദൈവവചനത്തിൽ നിന്നും ആ വ്യക്തിക്ക് പഠിക്കുവാനോ ഗ്രഹിക്കുവാനോ കഴിഞ്ഞില്ലെങ്കിൽ ആ വ്യക്തി അപ്പോഴും ശിശുവായിരിക്കും. ഈ ശിശുവിന്റെ പ്രത്യേകത എന്താണെന്ന് ഇവിടെ പറയുന്നു. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും ശിശുക്കൾ ചതിയിൽപ്പെടുവാൻ വളരെ സാധ്യതയുണ്ട്. ശിശുക്കൾ ഉപായങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ സാധ്യതയുണ്ട്, തെറ്റിപ്പോകുവാൻ സാധ്യതയുണ്ട്, തന്ത്രങ്ങളിൽ അകപ്പെടുവാൻ സാധ്യതയുണ്ട്. ഈ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നത് ഉപദേശത്തിന്റെ ഓരോരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കൾ. ഉപദേശത്തിന്റെ ഓരോരോ കാറ്റിനാൽ അലഞ്ഞുഴന്ന, എന്താണ് ഈ ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന എന്ന് പറയുന്നത്? ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മൂലപദത്തിന്റെ അർത്ഥം തിരകളെ സൂചിപ്പിക്കുന്നു. തിരകളുടെ പ്രത്യേകത എന്താ? ആ തിരകൾ എങ്ങനെ വരുമെന്ന് നമുക്കറിയില്ല. ഒരു ഭാഗത്ത് തിര താഴുമ്പോൾ അത് അടുത്തതായി ഉയരുക. ഇങ്ങനെ ഉയർന്നും താണും കടന്നു വരുന്നതായ ഓരോരോ ഉപദേശങ്ങൾ കാറ്റിനാൽ ഉണ്ടാകുന്നതായ തിര പോലെ ഉപദേശങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു. പലതും നമ്മെ സ്വാധീനിക്കുവാൻ ഉദ്ദേശിക്കുന്നതായ ഈ ഉപദേശങ്ങളാണ്. ഈ ഉപദേശങ്ങളുടെ ഒരു പ്രത്യേകത, അതായത് എല്ലാ ഉപദേശവും ശരിയല്ല എന്നുള്ള കാഴ്ചപ്പാട് തന്നെയാണ് ഇവിടെയും അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. മറ്റൊരു ഭാഗത്ത് അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ടല്ലോ, നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചു, കർത്താവ് യേശുക്രിസ്തു നമ്മെ പഠിപ്പിച്ചതായ ഉപദേശത്തിൽ നിന്നും നമ്മൾ വ്യതിചലിക്കാൻ പാടില്ല എന്ന്. അതുപോലെ തന്നെ ഗലാത്യ ലേഖനം 1-ാം അധ്യായം 6 മുതൽ 7 വരെ വായിക്കുമ്പോൾ, ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അവിടെയും ഉദ്ദേശിച്ചിരിക്കുന്ന വാക്ക്, നമ്മൾ ഈ തിര എന്നുള്ളൊരു വാക്ക് അവിടെ വരുന്നുണ്ട്. അതായത് മറിയുന്നതായ അവസ്ഥ. ഇന്ന് നിൽക്കുന്ന സ്ഥാനത്ത് നമ്മൾ നാളെ കാണുകയില്ല. നാളെ നോക്കുമ്പോൾ നമ്മൾ മറ്റൊരു ടീച്ചിങ് ആണ് ചെയ്യുന്നത്. എനിക്ക് പല ആളുകളെയും ഇതുപോലെ അറിയാം. അവർ കഴിഞ്ഞ നാളുകളിൽ പഠിപ്പിച്ച കാര്യങ്ങളല്ല ഇപ്പോൾ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്നും അവർക്ക് വേഗം ഒരു വ്യത്യാസം ഉണ്ടാകുമെന്നും ഞാൻ മനസ്സിലാക്കാറുണ്ട്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഉപദേശങ്ങളെ അടിസ്ഥാനപരമായി അല്ലെങ്കിൽ അപ്പോസ്തലിക ഉപദേശങ്ങളെ അടിസ്ഥാനപരമായി അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവർ ഇതേപോലെ കടന്നു വരുന്നതായ ഓരോരോ തിരകളാൽ, അതായത് ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ആ അവസ്ഥ പോലെ, തിര പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് ഈ ഉപദേശങ്ങൾ കടന്നു വരുമ്പോൾ
നമുക്ക് സ്ഥിരത ലഭിക്കാതെ പോകുന്നു. എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശു ക്രിസ്തുവിനെ നോക്കി നാം ഓടുക, നാം പൂർണ്ണ സ്ഥിരതയോടുകൂടെ ഓടുക എന്ന് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോട് ഓടുക. അതുകൊണ്ട് ഇന്നെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഉപദേശത്തിന്റെ ഇങ്ങനെയുള്ള കാറ്റിനാൽ നാം അലഞ്ഞുഴലാതെ ദൈവത്തിന്റെ വചനം എന്താണ് അപ്പോസ്തലന്മാർ പഠിപ്പിച്ചത്, അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിളിന് അത്രത്തോളം പ്രാധാന്യമുള്ളത്. ആര് എന്ത് പഠിപ്പിച്ചാലും വിശുദ്ധ വേദപുസ്തകത്തിന് അപ്പുറമല്ല അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ തന്നെയാണ് അതിന്റെ അടിസ്ഥാനം. ചില ആളുകൾ ഇതിന് മറുവാദമായി വന്നിട്ട് പറയാറുണ്ട്, വിശുദ്ധ ബൈബിൾ പൂർണ്ണമല്ല എന്നുള്ളത്. അങ്ങനെയല്ല, വിശുദ്ധ ബൈബിൾ പൂർണ്ണമാണ്. അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിനോട് പറയുമ്പോൾ ഇപ്രകാരം പറയുന്നുണ്ട്, ദൈവത്തിന്റെ വചനം ദൈവശ്വാസ്യമായ വചനമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പൂർണ്ണമായ വചനമാണെന്നും അത് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന വചനമാണെന്നും വിശുദ്ധ ബൈബിൾ ഉച്ചസ്ഥിരം പ്രഖ്യാപിക്കുമ്പോൾ ആ വിശ്വാസത്തിൽ നമുക്ക് ഏറ്റുപിടിച്ച് നിന്നെങ്കിൽ മാത്രമേ ഈ ഉപദേശത്തിൽ നമുക്ക് നിൽക്കുവാൻ കഴിയത്തുള്ളൂ. ഈ ഉപദേശത്തിൽ നമ്മൾ മാറിപ്പോയാൽ എന്താ സംഭവിക്കുന്നത്? വിശുദ്ധ ബൈബിളിൽ നമ്മൾ വായിക്കുന്ന പോലെ, അടിസ്ഥാനം മറിഞ്ഞുപോയാൽ നീതിമാൻ എന്തു ചെയ്യും? അതുകൊണ്ട് അടിസ്ഥാനം ദൈവത്തിന്റെ വചനമാണ്. ആ വചനത്തിൽ നിന്ന് വേണം നമ്മൾ ജീവിക്കുവാൻ. അതിനായിട്ടുള്ളൊരു സമർപ്പണവും അതിനായിട്ടുള്ള ഒരു ജാഗ്രതയും നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുമാറാകട്ടെ. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ ചുറ്റും ധാരാളം ദൈവവചനത്തിന് അടിസ്ഥാനമല്ലാത്ത ഉപദേശങ്ങൾ മറ്റുള്ളവർക്ക് എൻ്റർടൈൻമെൻറ്റ് തരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന നിലയിൽ പലപ്പോഴും യുവമനസ്സുകളെയും പല വിശ്വാസികളെയും പല ആളുകളെ കീഴ്പ്പെടുത്തുമ്പോൾ, ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഹ്വാനം, കർത്താവെ, ഞങ്ങൾ ഇങ്ങനെയുള്ള ഉപദേശത്തിൻ്റെ കാറ്റുകളാൽ അലഞ്ഞുഴലാതെ കർത്താവെ, അങ്ങയിൽ തന്നെ ഞങ്ങൾ അടിസ്ഥാനം വിട്ട് മുന്നോട്ട് ജീവിപ്പാൻ ഞങ്ങളേവരെയും നീ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങളുടെ ശുശ്രൂഷയുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളതിന് ഒരുക്കമാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ആൾ.